ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു മുന്തിരി വൈൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഒരുപാട് ദിവസമൊന്നും വെക്കാതെ വെറും 4 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ മുന്തിരി വൈൻ ഉണ്ടാക്കുന്നത്. നാട്ടിലാണെങ്കിൽ നമ്മൾ വൈൻ മുന്തിരിങ്ങ അല്ലെങ്കിൽ റോസ് മുന്തിരിങ്ങയൊക്കെ പറഞ്ഞ് വാങ്ങിക്കും. ആ മുന്തിരിങ്ങക്ക് തൊണ്ട് കട്ടി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ വേഗം നമ്മുടെ വെള്ളത്തിൽ അങ്ങോട്ട് അലിഞ്ഞു ചേരുകയും നമ്മുടെ വൈന് നല്ല കളറും കിട്ടും. നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ മുന്തിരിങ്ങ സെലക്ട് ചെയ്യുമ്പോഴേ മുന്തിരിങ്ങക്ക് തൊണ്ട് കട്ടി കുറവുള്ള മുന്തിരിങ്ങ നോക്കണം. അതുപോലെ തന്നെ റെഡോ അല്ല ബ്ലാക്ക് മുന്തിരിങ്ങ സെലക്ട് ചെയ്താലും പെട്ടെന്ന് നമ്മുടെ മുന്തിരിങ്ങ വെള്ളത്തോട്ട് അലിഞ്ഞു ചേരുകയും നമ്മുടെ വൈന് നല്ല കളർ കിട്ടുകയും ചെയ്യും. വൈൻ 4 ദിവസം കൊണ്ട് റെഡിയാകാൻ വേണ്ടി മുന്തിരിങ്ങ നമ്മൾ തിളപ്പിച്ചിട്ടാണ് റെഡിയാക്കുന്നത്. മുന്തിരിങ്ങയുടെ തണ്ടെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി നമ്മൾ തിളപ്പിക്കാനുള്ള പാത്രത്തിലോട്ട് എടുത്തു വച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനാവശ്യമായ പഞ്ചസാര ഞാൻ 1 കിലോ മുന്തിരിങ്ങക്ക് 3/4 കിലോ പഞ്ചസാര എന്ന അളവിലാണ് എടുക്കുന്നത്. പഞ്ചസാര അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കുറക്കാം. എന്തായാലും ഇത് 4 ദിവസം കഴിഞ്ഞ് ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ ഇത്രയും മധുരമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിനാവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും. 1 കിലോ മുന്തിരിങ്ങക്ക് 1.5 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. മസാലക്കൂട്ട് കറയാമ്പ് ഒരു 4-5 എണ്ണം, അതുപോലെ ഏലക്ക, പിന്നെ പട്ട ഒരു 4 ചെറിയ കഷ്ണം. മുന്തിരിങ്ങ ചെറിയ തീയിൽ നന്നായിട്ട് തിളപ്പിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് മുന്തിരിങ്ങ പൊട്ടിപ്പോകരുത്. അതുപോലെ തന്നെ ചെറിയ ഫ്ലെയിമിലാക്കുമ്പോൾ നന്നായിട്ട് മുന്തിരിങ്ങയുടെ തൊണ്ടിലെ കളറെല്ലാം നമ്മുടെ വെള്ളത്തിന് കിട്ടും. മുന്തിരിങ്ങയിലോട്ട് നമ്മൾ ഒരു കിഴി കെട്ടി നുറുക്കോതമ്പ് ഇടുന്നുണ്ട്. 4 ദിവസം കൊണ്ട് റെഡിയാക്കുന്ന വൈൻ ആയതുകൊണ്ട് ഫെർമെൻറ്റേഷൻ വേഗം നടക്കാൻ വേണ്ടി നമ്മൾ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇടുന്നുണ്ട്. നിങ്ങൾ കുറച്ചധികം ദിവസം വെക്കുന്നവരാണെങ്കിൽ ഈസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ 4 ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് മുന്തിരിങ്ങ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഊട്ടപ്പാത്രത്തിൽ അരിച്ചെടുക്കുകയാണ്. നമ്മൾ ഇതേപോലെ തന്നെ കോരിയാണ് അരിച്ചെടുക്കുന്നത്. മുന്തിരിങ്ങ പിഴിയൊന്നുമില്ല. അതുകൊണ്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല ഒരു വൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി മെത്തേഡാണ്. അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും. എന്തായാലും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.